കൊച്ചിയിൽ മഴയുടെ ദുരിതത്തിന് ചെറിയൊരു ആശ്വാസമുണ്ട് എന്ന് മാത്രം. അപ്പോൾ അവിടെ KSRTC ബസ് സ്റ്റാൻഡിൽ നിരന്തരമായി ഇതുപോലെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ സ്ഥിതി എന്താണെന്നറിയാം. രാഗനുണ്ട് അവിടെ. രാഗനോട് ചോദിക്കാം. ഗുഡ് മോർണിംഗ് രാഗൻ. രാഗൻ, ഈ KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്താണ്? അവിടെ പൊതുവിൽ ചെറിയ മഴയിൽ പോലും വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ മാലിന്യ കൂമ്പാരം ചുറ്റുപാടും ഉള്ളത് കൊണ്ട് തന്നെ വളരെ മോശം വെള്ളം അങ്ങനെ കെട്ടി ഒരുപാട് ദുരിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു മേഖലയും കൂടിയാണ്. ഒറ്റ മഴ പെയ്താൽ തന്നെ വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്. ഇന്നലെ ശക്തമായിട്ടുള്ള മഴയിൽ വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ വെള്ളം ഇറങ്ങി തുടങ്ങുന്നതിന് മുൻപ് തന്നെ വീണ്ടും ശക്തമായിട്ടുള്ള മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. പലരും ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ മഴ? മഴ ഭയങ്കര മഴയാണ്, നല്ല മഴ. വെള്ളക്കെട്ട് എങ്ങനെ? വെള്ളക്കെട്ടുണ്ടോ ഇന്നലത്തെ പോലെ? വെള്ളക്കെട്ടുണ്ട്. ഞങ്ങൾ പെഴലിന്നാണോ കടമക്കുടി പെഴല. KSRTC സ്റ്റാൻഡിലും വെള്ളക്കെട്ടാണ്. ഇത് വെള്ളക്കെട്ടാണ് ഇവിടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം കെട്ട് വരുമ്പോൾ നീന്തി നടക്കണ്ടേ. മറ്റൊരു ചേട്ടൻ എന്താ വെള്ളത്തിലൂടെ നടന്നു വരുന്നത്. ചേട്ടാ, വെള്ളക്കെട്ട് എങ്ങനെ? ബുദ്ധിമുട്ടല്ലേ വെള്ളക്കെട്ട്? വെള്ളം എങ്ങനെ കെട്ടും? ഇവിടെ വെള്ളക്കെട്ടാണ്. ഇവിടെ പ്രായമായ അച്ഛനെ കൊണ്ട് വന്നിട്ടും ഇവിടെ ഇരിക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ 1 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് റെഡിയാക്കുമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടും ഇതുവരെ അതിനെപ്പറ്റി ഒരു ഇതും പിന്നെ ഒരു തുടർച്ചയില്ല. അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. തൊട്ട് പുറകിൽ കസേരയൊക്കെ കൊണ്ട് ഇരിക്കാൻ കഴിയുന്നില്ല അല്ലേ? കാരണം വെള്ളം. എവിടെ ഇരിക്കുക? ഇവിടെ തന്നെ നിൽക്കുക, വേറെ ഒരു ആശ്രയമില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം ഒറ്റ മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ടാവും. ഇന്നലെ തന്നെ പെയ്ത മഴയിൽ ഇപ്പോൾ ആ ചെയറൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ഇരുന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇന്നലത്തെ പെയ്ത മഴയിൽ വലിയ വെള്ളക്കെട്ടുണ്ടായി. ആ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇപ്പോഴും അകത്തെ വെള്ളം പോയിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും മഴ തുടങ്ങിയിരിക്കുന്നത്. ഈ മേഖലകളിൽ ഇപ്പോൾ നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഈ മേഖലകളിലൊന്നും തന്നെ നിൽക്കാൻ കഴിയില്ല. അത്തരത്തിൽ ശക്തമായിട്ടുള്ള മഴ പെയ്താൽ അങ്ങനെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് പലർക്കും നേരിട്ടുന്നുണ്ട്. ഇന്നലെയും ഈ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഇന്ന് മഴ തോർന്നാൽ ഈ വെള്ളം ഇറങ്ങിപ്പോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ വെള്ളം പൂർണ്ണമായും ഇറങ്ങിപ്പോയിട്ടുമില്ല. ഇപ്പോഴും മഴ തുടരുന്ന സ്ഥിതിയാണുള്ളത്. വെള്ളക്കെട്ട് കുഞ്ഞിനാക്കിയായിട്ട് വരുമ്പോൾ വെള്ളക്കെട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ചെറിയ ബുദ്ധിമുട്ടാണ്. എവിടെ പോകാമെന്നാ? ഞാൻ പഴനിക്ക് പോകാൻ. വലിയ മഴയും വെള്ളക്കെട്ടുമാണ്. എങ്ങനെയാ വെള്ളക്കെട്ടാണ്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. കച്ചവടക്കാർക്കടക്കം ഇത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ടിൻ്റെ ദുരിതം വീണ്ടും. ഈ വെള്ളം ഇന്നും എങ്ങനെ ബുദ്ധിമുട്ടാണ്? വെള്ളം വന്നാൽ ബുദ്ധിമുട്ടാണ്. കച്ചവടക്കാരെ ഞങ്ങളുടെ ജീവിത പ്രശ്നമൊക്കെ മുടങ്ങും. എന്തു പറയാനാണ് ഇത്? ഇവർ സർക്കാർ തീരുമാനിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒറ്റമഴ പെയ്ത വെള്ളക്കെടുന്നതാണ്. വെള്ളമാണ്. പിന്നെ ഇവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇതാണ് ഇവരും പങ്കുവയ്ക്കുന്ന കാര്യം. സാധാരണഗതിയിൽ വെള്ളം വലിയ തോതിൽ തന്നെ കെട്ടിയാൽ ഇവിടെയൊക്കെ തന്നെ വെള്ളക്കെട്ട് ആ രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നൊരു പ്രദേശമാണ്. ഇപ്പോൾ മഴ ആരംഭിച്ചിരിക്കുകയാണ്. വരും മണിക്കൂറുകൾ കഴിഞ്ഞാൽ മാത്രമേ ഇതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കൂ. ഇതാണ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒരു അവസ്ഥ. എല്ലാ മഴയത്തും ഈ വിഷയം ഉന്നയിക്കുന്നതാണ്. പക്ഷേ അത് സ്ഥിരമായി തന്നെ അങ്ങനെ നിൽക്കുന്നു. വെള്ളക്കെട്ടിൻ്റെ ഒരു പ്രധാന പ്രദേശമാണ് ഈ മേഖല. ശരി രാഗൻ.